കുട്ടികളെ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലവക്ഷമ ബലം ബിയോണ്ട് ഫോഴ്സ് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്ലവക്ഷമ ബലത്തിന് ഉദാഹരണങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്താണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബിയോണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത്? ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിന്മേൽ അനുഭവപ്പെടുന്ന ബലമാണ് പ്ലവക്ഷമ ബലം അല്ലേ? വെൻ an object is immersed partially or completely in a fluid it exerts an upward force. നമ്മൾ അതിന് ഉദാഹരണങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഹൈഡ്രജൻ ബലൂൺ റൈസ് ഇൻ ദ എയർ, ഹൈഡ്രജൻ ബലൂൺ വായുവിൽ ഉയർന്ന് പൊങ്ങുന്നത്. അതുപോലെ എയർ ബബിൾസിൻ്റെ റൈസിങ് ഓഫ് എയർ ബബിൾസ് ഫ്രം ദി ബോട്ടം ഓഫ് വാട്ടർ, അതായത് വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വായുകുമിളകൾ പറന്നുയരുന്നത്. അവിടെയൊക്കെ നടക്കുന്നത് എന്താണ്? ഈ എയർ ബബിളിലും വായുകുമിളകളിലും അതുപോലെ ഹൈഡ്രജൻ ബലൂണിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ബിയോണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വെയ്റ്റിനേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഉയർന്ന് പൊങ്ങുന്നത്. അതായത് ബിയോണ്ട് ഫോഴ്സ് വെയ്റ്റിനേക്കാൾ കൂടുതലായാൽ അത് റൈസ് ചെയ്യും അല്ലേ? ഒബ്ജക്റ്റ് റൈസ് ചെയ്യും എന്നുള്ള കാര്യമാണ്. ഇനി ബോയൻസി അഥവാ പ്ലവക്ഷമതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു സ്പ്രിംഗ് ത്രാസ് ഉണ്ട്, സ്പ്രിംഗ് ബാലൻസ് ഉണ്ട്. അതുപയോഗിച്ച് ഒരു കല്ലിൻ്റെ ഭാരം അളക്കുകയാണ്. അപ്പോൾ ഭാരം അളക്കാനുള്ള ഉപകരണമാണ് സ്പ്രിംഗ് ത്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ച് നമ്മൾ ഈ കല്ലിൻ്റെ ഭാരം വെയിറ്റ് അളന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു 50 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കല്ലിൻ്റെ വായുവിലുള്ള ഭാരം എത്രയാണ്? 50 ന്യൂട്ടൺ ആണ് ഈ കല്ലിൻ്റെ വായുവിലുള്ള ഭാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കല്ലിനെ, ഇപ്പോൾ ഇത് സ്പ്രിംഗ് ത്രാസ് ആണ്, ഇത് കല്ലാണ്, വായുവിലുള്ള ഭാരം 50 ന്യൂട്ടൺ ആണ്. ഇനി ഈ ഒരു കല്ല് ഞാൻ നേരെ എന്തിലേക്ക് ഇറക്കി വെക്കുകയാണ്? കെറോസിൻ, മണ്ണെണ്ണയിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇതേ സ്പ്രിംഗ് ത്രാസും ഇതേ കല്ലും നേരെ എന്ത് ചെയ്യുന്നു? മണ്ണെണ്ണയിലേക്ക് ഇറക്കി വെക്കുന്നു. അപ്പം ഇതിൽ എന്തുണ്ട്? ഇതിൽ മണ്ണെണ്ണ ഉണ്ട്. മണ്ണെണ്ണയിലേക്കാണ് ഇത് എന്ത് ചെയ്യുന്നത്? മുക്കി വയ്ക്കുന്നത്. ഓക്കെ, മണ്ണെണ്ണയിലേക്ക് മുക്കി വയ്ക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഈ മണ്ണെണ്ണ എന്ത് ചെയ്യും? മണ്ണെണ്ണ എന്താ ചെയ്യണത്? അപ്പോൾ ഇത് മണ്ണെണ്ണയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇറക്കി വെക്കുന്നത്. അപ്പോൾ മണ്ണെണ്ണ എന്ത് ചെയ്യും? ഈ കല്ലിൻ്റെ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും. അപ്പോൾ കല്ലിൻ്റെ ഭാരം അനുഭവപ്പെടുന്നത് എങ്ങോട്ടാണ്? കല്ലിൻ്റെ ഭാരം അനുഭവപ്പെടുന്നത് താഴേക്കാണ്. അപ്പോൾ ഇത് മണ്ണെണ്ണയിൽ മുക്കി വയ്ക്കുമ്പോൾ മണ്ണെണ്ണ എന്ത് ചെയ്യും? കല്ലിൻ്റെ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും. അതാണ് എന്ത്? പ്ലവക്ഷമ ബലം, ബിയോണ്ട് ഫോഴ്സ്. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. പ്ലവക്ഷമ ബലം കാരണം, ബിയോണ്ട് ഫോഴ്സ് കാരണം വെയിറ്റ് കുറയും, ഭാരം കുറയും. അപ്പോൾ 50 ന്യൂട്ടൺ ഉള്ളത് എന്തായിട്ട് മാറും? ഒന്നും കൂടി കുറയും. അപ്പോൾ നമ്മൾ റീഡിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 40 ന്യൂട്ടൺ ആണ്. എത്രയാണ്? 40 ന്യൂട്ടൺ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എയറിൽ, വായുവിൽ കല്ലിൻ്റെ ഭാരം 50. ഇതേ കല്ല് മണ്ണെണ്ണയിലേക്ക് ഇറക്കി വെച്ചപ്പോൾ വെയിറ്റ് എത്രയായിട്ട് മാറി? 40 ന്യൂട്ടൺ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ബോയൻസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ഇൻ ലിക്വിഡിലുള്ള വെയിറ്റ് മൈനസ് എയറിലുള്ള വെയിറ്റ് ആണ്. ലിക്വിഡിലുള്ള വെയിറ്റ് മൈനസ് എയറിലുള്ള വെയിറ്റ്, അതിനെ പറയുന്ന പേരാണ് ബിയോണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിയോണ്ട് ഫോഴ്സ് കാണാൻ എന്ത് ചെയ്യുക? ലിക്വിഡിൽ എത്ര വെയിറ്റ് ഉണ്ട്,
അത് എയറിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ എയറിൽ എത്ര വെയിറ്റ് ഉണ്ട് അതിനെ എന്ത് ചെയ്യണം, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ലിക്വിഡിലുള്ള വെയിറ്റ് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, 50 മൈനസ് 40, 50 മൈനസ് 40. അപ്പോൾ എത്രയാണ്, 10 ന്യൂട്ടൺ. എത്രയാണ്, 10 ന്യൂട്ടൺ. അപ്പോൾ അവിടെ എത്രയാണ് ബിയോണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത്, 10 ന്യൂട്ടൺ. അതായത് 10 ന്യൂട്ടൺ വെയിറ്റ് ലോസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബിയോണ്ട് ഫോഴ്സ് പ്ലവക്ഷമ ബലം കാണാനുള്ള ഒരു ഇക്വേഷൻ എന്താ, വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്. അതായത് വായുവിലുള്ള ഭാരം മൈനസ് ദ്രാവകത്തിലുള്ള ഭാരം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതേ കല്ല് നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളത്തിലേക്കാണ് ഇറക്കി വെക്കുന്നത്. ഇതേ കല്ല് എന്ത് ചെയ്യുന്നു, വെള്ളത്തിലേക്ക്, അപ്പം മണ്ണെണ്ണയ്ക്ക് പകരം വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നു. എന്നിട്ടുള്ള വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് 30 ന്യൂട്ടൺ ആണ്. എത്രയാണ് കിട്ടിയത്, 30 ന്യൂട്ടൺ ആണ് കിട്ടിയത്. അപ്പോൾ വെയിറ്റ് ലോസ് ബിയോണ്ട് ഫോഴ്സ് എത്രയായിരിക്കും, 50 മൈനസ് 30, അതായത് 20 ന്യൂട്ടൺ ആയിരിക്കും. എത്രയായിരിക്കും, 20 ന്യൂട്ടൺ ആയിരിക്കും. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, കല്ല് ഉപ്പ് വെള്ളത്തിൽ സലൈൻ വാട്ടറിലേക്കാണ് മുക്കി വയ്ക്കുന്നത്. എന്നിട്ട് ആ റീഡിങ് എടുക്കുക. അപ്പോൾ ഇവിടെ കിട്ടിയത് 20 ന്യൂട്ടൺ ആണ്. അപ്പോൾ എന്താ വരിക, 50 മൈനസ് 20 എത്രയാണ്, 30 ന്യൂട്ടൺ. കിട്ടിയത് 30 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്താണ് മനസ്സിലായ കാര്യം, ഏത് ലിക്വിഡിനാണ് ഏറ്റവും കൂടുതൽ ബോയൻസി അനുഭവപ്പെട്ടത്, സലൈൻ വാട്ടർ അല്ലേ. അപ്പോൾ സലൈൻ വാട്ടറിന് ബോയൻസി പ്ലവക്ഷമത 30 ന്യൂട്ടൺ ആണ് ഇവിടെ അനുഭവപ്പെട്ടത്. കെറോസിന് അഥവാ മണ്ണെണ്ണയ്ക്ക് പ്ലവക്ഷമ ബലം ബിയോണ്ട് ഫോഴ്സ് വളരെ കുറവാണ്. എത്രയാണ്, 10 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും ലീസ്റ്റ് ബോയൻസി ആർക്കാണ്. അപ്പോൾ ഇവിടുന്ന് പറയാൻ സാധിക്കും ലീസ്റ്റ് ബോയൻസി ആർക്കാണ്, കെറോസിൻ. അതുപോലെ ഏറ്റവും കൂടുതൽ ബോയൻസി ഉള്ളത് ആർക്കാണ്, മോസ്റ്റ് ബോയൻസി ആർക്കാണ് ഇവിടെ. അപ്പോൾ പ്ലവക്ഷമത വളരെ കുറവുള്ളത് മണ്ണെണ്ണയ്ക്ക്, പ്ലവക്ഷമത അഥവാ ബോയൻസി വളരെ കൂടുതലുള്ളത് ആർക്കാണ് ഇവിടെ, സലൈൻ വാട്ടറിനാണ്. ആർക്കാണ്, സലൈൻ വാട്ടറിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബോയൻസി വരുന്നത്, പ്ലവക്ഷമത വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോയൻസി ഉള്ളത് ആർക്കാണ്, ഉപ്പ് വെള്ളം സലൈൻ വാട്ടറിനാണ്. ഏറ്റവും കുറവ് ബോയൻസി വരുന്നത്, ലീസ്റ്റ് ബോയൻസി വരുന്നത് കെറോസിൻ അഥവാ മണ്ണെണ്ണയ്ക്കാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ബോയൻസി പ്ലവക്ഷമതയെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ്, നമുക്ക് പറയാൻ സാധിക്കും കെറോസിൻ എന്ന് പറയുന്നതിന് ഡെൻസിറ്റി വളരെ കുറവാണ്. വളരെ കുറവാണ്. എത്രയാണ് കെറോസിൻ്റെ ഡെൻസിറ്റി, കെറോസിൻ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 810 ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മണ്ണെണ്ണയുടെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി എത്രയാണ്, 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. വെള്ളത്തിൻ്റെ ആണെങ്കിൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അതുപോലെ സലൈൻ വാട്ടർ ആണെങ്കിലോ, ഉപ്പ് വെള്ളമാണെങ്കിലോ എത്രയായിരിക്കും, 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിന്ന് വളരെ ക്ലിയർ ആണ്, ഡെൻസിറ്റി ഏറ്റവും കുറവായിരിക്കാണ്, കെറോസിൻ എന്ന് പറയുന്നതിന് ഡെൻസിറ്റി വളരെ കുറവാണ്. അപ്പോൾ കെറോസിൻ അഥവാ മണ്ണെണ്ണയ്ക്ക് ഡെൻസിറ്റി കുറവാണ്. എന്തും കുറവാണ്, ബോയൻസി അഥവാ പ്ലവക്ഷമതയും കുറവാണ്. ഉപ്പ് വെള്ളം സലൈൻ വാട്ടറിന് ഡെൻസിറ്റി അഥവാ സാന്ദ്രത വളരെ കൂടുതലാണ്, ബോയൻസിയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോയൻസിയും ഡെൻസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്, വളരെ സിമ്പിളാണ്. ഡെൻസിറ്റി കൂടുതലാണ് സലൈൻ വാട്ടറിന്, ബോയൻസിയും കൂടുതലാണ്. അപ്പോൾ എന്താ രണ്ടും തമ്മിലുള്ള റിലേഷൻ,
when density increases, density of liquid increases, അതായത് ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ ബോയൻസി ആൾസോ ഇൻക്രീസ്, പ്ലവക്ഷമതയും കൂടും. അപ്പോൾ എന്താണ് റിലേഷൻ? ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമതയും കൂടും. അതായത് വെൻ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസസ് ബോയൻസി ആൾസോ ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ബോയൻസി അഥവാ പ്ലവക്ഷമതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം ഏതാണ്? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. അപ്പോൾ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കൂടുമ്പോൾ ബോയൻസിയും കൂടുന്നു. വെൻ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസസ് ബോയൻസി ആൾസോ ഇൻക്രീസസ്. അതായത് ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമതയും കൂടുന്നു. ഇനി എന്താണ് ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഡെൻസിറ്റി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ? മാസ് ബൈ വോളിയാണ്. അല്ലേ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സാന്ദ്രത. സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ബൈ വ്യാപ്തം. എന്താണ് അങ്ങനെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഈ ഇക്വേഷന് തന്നെ പറയാൻ സാധിക്കും, യൂണിറ്റ് വോളിയത്തിൽ ആ സബ്സ്റ്റൻസിൻ്റെ മാസ്, അതാണ് ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ജലത്തിൻ്റെ സാന്ദ്രത, വാട്ടറിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് വാട്ടർ കൺസിഡർ ചെയ്താൽ ആ വാട്ടറിൻ്റെ മാസ് എത്രയായിരിക്കും? 1000 കിലോഗ്രാം മാസ്സായിരിക്കും. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ യൂണിറ്റ് വ്യാപ്തത്തിലുള്ള മാസിനെ പറയുന്ന പേരാണ് ഡെൻസിറ്റി. ഓക്കെ, എമൗണ്ട് ഓഫ് മാസ് ഇൻ യൂണിറ്റ് വോളിയം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ഡെൻസിറ്റി എന്ന് പറയുന്നത് ബോയൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോയൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം? എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് മറ്റു 2 സബ്സ്റ്റൻസ് ആണ്. ഒരു കോപ്പറിൻ്റെ ഒരു മെറ്റീരിയലും, അതുപോലെ പിന്നെ എടുക്കുന്നത് അയേണാണ്. അപ്പോൾ കോപ്പറിൻ്റെ ഒരു ചെറിയ പീസും അയേണിൻ്റെ ഒരു ചെറിയ പീസുമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരേ വെയിറ്റുള്ള കോപ്പറും അയേണും, അതായത് ചെമ്പും പിന്നെന്താണ് അയേൺ അഥവാ ഇരുമ്പുമാണ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എടുക്കുന്നത്? കോപ്പർ എടുക്കുന്നുണ്ട്, പിന്നെ എന്താണ് എടുക്കുന്നത്? അയേൺ, ഇരുമ്പ് എടുക്കുന്നുണ്ട്. എന്താണ് നമ്മൾ എടുക്കുന്നതിൻ്റെ പ്രത്യേകത? ഒരേ വെയിറ്റുള്ള കോപ്പറും ഒരേ വെയിറ്റുള്ള അയേണുമാണ് എടുക്കുന്നത്. അപ്പോൾ ചെമ്പിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം അയേണിൻ്റെ കഷ്ണവുമാണ് എടുക്കുന്നത്. എന്താണ് പ്രത്യേകത? ഒരേ വെയിറ്റാണ്. നമുക്കറിയാം കോപ്പർ എന്ന് പറയുന്നത് അയേൺ എന്ന് പറയുന്നത് രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട്. കോപ്പർ എന്ന് പറയുന്നതിന് ഡെൻസിറ്റി വളരെ കൂടുതലാണ്. എന്താണ് കോപ്പറിൻ്റെ പ്രത്യേകത? ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കോപ്പറിന്. ഡെൻസിറ്റി ഹൈയാ ആരേക്കാളും? അയേണിനേക്കാളും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോളിയം എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും. അപ്പോൾ ഒരേ വെയിറ്റുള്ള കോപ്പറും അയേണുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അയേണിനെ കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറിനൊരു പ്രത്യേകത ഉണ്ട്. കോപ്പറിന് ഡെൻസിറ്റി അഥവാ സാന്ദ്രത വളരെ കൂടുതലാണ്. അപ്പോൾ സാന്ദ്രത കൂടുമ്പോൾ വോളിയം എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. അപ്പോൾ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ വോളിയം കുറവായിരിക്കും. അപ്പോൾ കോപ്പറിൻ്റെ വോളിയം കുറവായിരിക്കും. അപ്പോൾ അയേണാണെങ്കിലോ? അയേണാണെങ്കിൽ ഡെൻസിറ്റി എങ്ങനെയാണ്? അയേണാണെങ്കിൽ ഡെൻസിറ്റി ലോ ആണ്, വോളിയം എന്തായിരിക്കും? അപ്പോൾ ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ഓർക്കുക, രണ്ടിനും ഒരേ വെയിറ്റാണ്. രണ്ടും ഒരേ വെയിറ്റുള്ള സാധനമാണ്. പക്ഷേ കോപ്പറിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അതിൻ്റെ വോളിയം കുറച്ച് കുറവായിരിക്കും. എന്നാൽ അയേണിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ വോളിയം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? റീഡിങ് എടുക്കുകയാണ്. വെയിറ്റ് ഇൻ എയർ നമ്മൾ എന്ത് ചെയ്യുന്നു? എയറിൽ വെയിറ്റ് നോക്കുകയാണ്.
ഞാൻ പറഞ്ഞു രണ്ടും ഒരേ വെയിറ്റുള്ള കോപ്പറും അയേണുമാണ് എടുക്കുന്നത്. ഇപ്പോൾ 10 ന്യൂട്ടൺ വെയിറ്റുള്ള കോപ്പറും അതുപോലെ 10 ന്യൂട്ടൺ വെയിറ്റുള്ള അയേണുമാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് വെയിറ്റ് ഇൻ വാട്ടർ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? കോപ്പറിനെ വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്നു. അതുപോലെ അതിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യുന്നു. വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ കോപ്പറിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യുന്നു. അതേപോലെ ഇരുമ്പ് അതും എന്ത് ചെയ്യുന്നു? സ്പ്രിംഗ് ത്രാസ് ഉപയോഗിച്ചിട്ട് വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്തുള്ള വെയിറ്റും നമ്മൾ എന്ത് ചെയ്യാണ്? മെഷർ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ 5 ന്യൂട്ടണാണ് കിട്ടുന്നത്. കോപ്പറിന് എത്രയാണ് കിട്ടുന്നത്? 5 ന്യൂട്ടണും അയേൺ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3 ന്യൂട്ടണുമാണ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബോയൻസി ബോയൻസി എന്ന് പറഞ്ഞാൽ പ്ലവക്ഷമത. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ ആണ് അല്ലേ? അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എയറിലെ വെയിറ്റ് 10 ആണ്, വാട്ടറിലെ വെയിറ്റ് 5 ആണ്. അപ്പോൾ 10 മൈനസ് 5 ന്യൂട്ടൺ. അപ്പോൾ ബോയൻസി കിട്ടിയത് 5 ന്യൂട്ടൺ എന്ന് കിട്ടി. അതുപോലെ അയേണിൻ്റെ കേസിൽ 10 മൈനസ് 3 7 ന്യൂട്ടൺ. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താ? ആർക്കാണ് ബോയൻസി അഥവാ പ്ലവക്ഷമത വളരെയധികം കൂടിയത്? ആർക്കാണ് കൂടിയത്? അയേണിന് അല്ലേ? അപ്പോൾ അയേണിന് ബോയൻസി വളരെയധികം കൂടി. അപ്പോൾ അയേണിൻ്റെ പ്രത്യേകത നോക്കിയാൽ മതി. എന്താണ് അയേണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? വോളിയം വളരെ കൂടുതലാണ്. അയേണിൻ്റെ പ്രത്യേകത എന്താണ്? വോളിയം വളരെ കൂടുതലാണ്. അപ്പോൾ വോളിയം വളരെ കൂടുതലായിട്ടുള്ള, വ്യാപ്തം വളരെ കൂടുതലായിട്ടുള്ള ഇരുമ്പിന് പ്ലവക്ഷമതയും കൂടുതലാണ്. അപ്പോൾ എന്താ റിലേഷൻ? അപ്പോൾ റിലേഷൻ ഇതാണ്. വോളിയം ഓഫ് ഒബ്ജക്റ്റ് increases, buoyancy also increases. അല്ലേ? അപ്പോൾ 2 ഫാക്ടർ കിട്ടി. എന്തൊക്കെയാണ് 2 ഫാക്ടർ എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ അയേൺ ഇരുമ്പ് അതിന് വോളിയം അഥവാ വ്യാപ്തം കൂടുതലാണ്. ബോയൻസി ഇവിടെ 7 ന്യൂട്ടൺ ഉണ്ട്, അതായത് പ്ലവക്ഷമതയും കൂടുതലാണ്. അപ്പോൾ 2 ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി. എന്തൊക്കെയാണ് 2 ഫാക്ടേഴ്സ്? അപ്പോൾ ഈ 2 ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻക്രീസസ്, ബോയൻസി ആൾസോ ഇൻക്രീസസ്. അതായത് ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമതയും കൂടുന്നു. 2, വോളിയം ഓഫ് ഒബ്ജക്റ്റ് ഇൻക്രീസസ്, ബോയൻസി ആൾസോ ഇൻക്രീസസ്. അതായത് വസ്തുവിൻ്റെ വ്യാപ്തം കൂടുമ്പോഴും പ്ലവക്ഷമത എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു 2 കൺസെപ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്ലവക്ഷമതയെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളുണ്ട്, ബോയൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. പഠിച്ചു വെക്കുക. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ്. വോളിയം അതുപോലെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.